Yes, good afternoon. Good afternoon, sir. Good afternoon, sir. Okay. Sujitra, Sarfasa, Namida, good afternoon. Let us start. Asia, good afternoon. Jadiga, good afternoon. Nimia, good afternoon. Yes. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Okay, sir. Okay. Sujitra, yes, very good. Let's start. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. അതുല്യ ഗുഡ് ആഫ്റ്റർനൂൺ. ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് എഴുതുക, പിന്നെ വെർബ് എഴുതുക, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. അതിനെയാണ് ഇവിടെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ദേവപ്രിയ ഗുഡ് ആഫ്റ്റർനൂൺ. അതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. യെസ്. ഇനി നമുക്ക് ഈ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നെഗറ്റീവ് വാചകം. ഇപ്പൊ ഷീ ചെയ്യും, കം പ്രസന്റൻസ് ആണ്. ചെയ്യും വന്നു, ഷീ ചെയ്യും അവൾ വന്നു. ദേ വെന്റ് അവർ പോയി. ഐ എയ്റ്റ് ഞാൻ ഭക്ഷണം കഴിച്ചു. അങ്ങനെയാണ് പറയുന്നത്. ഞാൻ നെഗറ്റീവ് വാചകങ്ങൾ, അതായത് ഞാൻ പഠിച്ചിട്ടില്ല,
ഞാൻ ഉറങ്ങിയിട്ടില്ല, അവൾ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ പറയുന്നത് പറയും. അവൾ ചിന്തിച്ചു എന്നാണെങ്കിൽ ഷീ തോട്ട് എന്ന് പറയും. THOUGHT, ഷീ തോട്ട്. തിങ്ക് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് തോട്ട്. ഷീ തോട്ട്, അവൾ ചിന്തിച്ചു. അവൾ ചിന്തിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഒരു ഡിഡ് നോട്ട് ചെയ്യാൻ എന്താ ചേർക്കേണ്ടത്? ഡിഡ് നോട്ട്. അപ്പൊ നിങ്ങൾ ഈ കാര്യം ഓർത്തിരിക്കേണ്ടത്, ഈ ഡിഡ് ഉള്ള വാചകത്തിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം എനിക്ക് കിട്ടിക്കൊള്ളും. ഇത് എപ്പോഴും ഓർമ്മയിലുണ്ടാകും. ഡിഡ് വരുന്ന വാചകത്തിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പക്ഷെ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥമായിരിക്കും അതിന് കിട്ടുക. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഗോ പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് എന്താണ്? വെന്റ്. അപ്പൊ ആ ഗോ എന്ന് പറയുന്ന ആ പ്രസന്റ് ടെൻസിന്റെ മുന്നില് ഒരു ഡിഡ് നമ്മൾ ചേർക്കുകയാണ്. ഡിഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റതാണ്. യെസ്. ഡിഡ് ടേക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ടുക്ക് എന്നാണ് അർത്ഥം, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ്, അത് പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കൊള്ളും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൾ ചിന്തിച്ചു എന്നുള്ളതിന് ഷീ തോട്ട് എന്ന് പറഞ്ഞു. അവൾ ചിന്തിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഷീ ഡിഡ് നോട്ട് തിങ്ക് എന്ന് മതി, തോട്ടിന് വേണ്ട. പക്ഷെ അർത്ഥം എന്താണ്? പാസ്റ്റ് ടെൻസിന്റെ ഇരിക്കുന്നത്. ഷീ ഡിഡ് നോട്ട് തിങ്ക്, അവൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ടില്ല, ഐ ഡിഡ് നോട്ട് കോൾ. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല, ഐ ഡിഡ് നോട്ട് കോൾ യു. യെസ്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, ഐ ഡിഡ് നോട്ട് സീ ദാറ്റ് ഫിലിം, ഓർ ഐ ഡിഡ് നോട്ട് വാച്ച് ദാറ്റ് ഫിലിം. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, ഐ ഡിഡ് നോട്ട് സീ യു. നിങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ പഠിച്ചിട്ടില്ല, ഐ ഡിഡ് നോട്ട് സ്റ്റഡി. സ്റ്റഡീഡ് എന്ന് വേണ്ട, ഡിഡ് ഉള്ളതിന്റെ പേരില് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഐ ഡിഡ് നോട്ട് സ്റ്റഡി. യെസ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, നമ്മള് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് അല്ല നെഗറ്റീവ് വാചകം പറഞ്ഞപ്പോ ഒന്നുകിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. അതിന്റെ അർത്ഥം പഠിക്കാറില്ല, വരാറില്ല. ഇത് പഠിച്ചിട്ടില്ല, വന്നിട്ടില്ല. ഞാൻ തമ്മിൽ മാറ്റമില്ല. യെസ്. ഇത് കഴിഞ്ഞു പോയ സംഭവം. അവൾ വന്നോ? നോ, ഷീ ഡിഡ് നോട്ട് കം. അവൾ വന്നിട്ടില്ല. ഷീ ഡസ് നോട്ട് കം എന്ന് പറയുമ്പോൾ അവൾ വരാറില്ലെന്നതാണ്. ഷീ ഡിഡ് നോട്ട് കം എന്ന് പറയുമ്പോഴോ അവൾ വന്നിട്ടില്ലെന്നാണ്. അത് തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം മാറിപ്പോകരുത്. ഓക്കെ. ദെൻ സുചിത്ര. യെസ്. ഓക്കെ. സുചിത്ര പല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല. അത് ഒന്ന് ആലോചിച്ച് നോക്കാം. നോക്കി കഴിയുമ്പോ മ്യൂട്ട് ചെയ്തു, ഞാൻ വിളിച്ചോളാം. ഓക്കെ. സുചിത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച, കഴിഞ്ഞ ആഴ്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ച, ഇന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് അലക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അപ്പൊ നമുക്കത് പറയാം. ഓക്കെ ഓക്കെ, ഐ ഡിഡ് നോട്ട് വാഷ് മൈ ക്ലോത്ത്സ്. ഇന്ന് ഞാൻ തുണി ഒന്നും അലക്കിയിട്ടില്ല. ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നു റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്, പക്ഷെ ഇന്ന് ക്ലീൻ ചെയ്തില്ല. അപ്പൊ നമുക്കത് പറയാം, ഐ ക്ലീൻ മൈ റൂം. കേട്ടോ? അപ്പൊ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയപ്പോ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ എടുത്തത്. കഴിഞ്ഞ ആഴ്ച ചെയ്തത്, കഴിഞ്ഞ മാസം ചെയ്തത്. യെസ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പോയില്ല. അപ്പൊ അത് ഇപ്പൊ നമ്മൾ പറയുന്നത് പറയും, ഐ ഡിഡ് നോട്ട് ഗോ ടു എ മാരേജ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഗോ എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ അറ്റൻഡ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഐ ഡിഡ് നോട്ട് അറ്റൻഡ് ദ മാരേജ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ദി മാരേജ് ഫംഗ്ഷൻ. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ PTA മീറ്റിംഗ് ആയിരുന്നു, അപ്പൊ പക്ഷെ PTA മീറ്റിംഗിന് പോയില്ല. അത് നമുക്ക് പറയാം, ഐ ഡിഡ് നോട്ട് അറ്റൻഡ് എ PTA മീറ്റിംഗ് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച, അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം. അങ്ങനെ സുചിത്രയുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, ചെയ്തിട്ടില്ല അങ്ങനെയുള്ള കാര്യം പറഞ്ഞു, ഒരു 5 പറഞ്ഞു. ഓരോരുത്തരും ആലോചിച്ച് വെച്ചോട്ടെ, നിങ്ങൾ ചെയ്യാത്ത 5 കാര്യങ്ങൾ. I did not swing in every day.
I did not sing a song yesterday. എന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു പാട്ട് പാടിയില്ല. ഞാൻ ഇന്നലെ പാട്ട് പാടുന്നത് തന്നെ കാലത്ത് എഴുന്നേറ്റപ്പോൾ തുടങ്ങി വിചാരിച്ചതാണ്. പക്ഷെ ഇന്നലെ ഞാൻ പാട്ട് പാടിയില്ല. I did not sing yesterday. കറക്റ്റ് ആണ്. I did not sing daily എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എല്ലാ ദിവസവും പാട്ട് പാടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ I did not sing ആണ്. ഓക്കെ. I did not study in degree. Yes, I did not study degree. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിട്ടില്ല. കറക്റ്റ് ആണ്. I did not study degree. കറക്റ്റ് ആണ്. I did not go to church. I did not go to church. ഞാൻ പള്ളിയിൽ പോയിട്ടില്ല. നോയമ്പാണ്, പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ I did not go to church. നമുക്ക് വേണമെങ്കിൽ പറയാം ഡിഗ്രിക്ക് പഠിച്ചു, പക്ഷെ ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ അത് നമുക്ക് എങ്ങനെ പറയാം? I did not complete my degree course. ഞാൻ എന്റെ ഡിഗ്രി കോഴ്സ് എന്ത് ചെയ്തില്ല? കംപ്ലീറ്റ് ചെയ്തില്ല. ഓക്കെ, പറഞ്ഞോളൂ സുമിത്ര. She did not understand my problem. അത് നമുക്ക് തല്ല് പിടിക്കുമ്പോൾ വീട്ടുകാരോട് പറയാം, നിങ്ങൾ എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല. യു ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് മൈ പ്രോബ്ലംസ്. എന്റെ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അത് നമുക്ക് ഇവിടെ നിങ്ങൾ എന്നുള്ളതിന് പകരം സുമിത്ര അവിടെ ഷീ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് മൈ പ്രോബ്ലംസ്. അവിടെ എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല. വെരി ഗുഡ്, നല്ല സെന്റൻസ്. ഓക്കെ, പറഞ്ഞോളൂ സുമിത്ര. കയ്യിൽ നല്ല സ്റ്റോക്കുള്ള പോലെ തോന്നുന്നു. Then my husband അങ്ങനെ പറയാം sir. പറഞ്ഞോ. My husband did not understand. My husband did not sacrifice in any problems. Yes, okay. അപ്പൊ സഹിക്കാതാക്കാം. My husband did not suffer any problem. ഒരു പ്രശ്നവും എന്റെ ഭർത്താവ് സഹിക്കാറില്ല. അത് മുഴുവനും ആ പ്രശ്നങ്ങളൊക്കെ ഞാനാണ് ഡീൽ ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് my husband did not deal the difficult problems. ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഭർത്താവ് ഡീൽ ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. അത് ചെയ്യുന്നത് ആരാണ്? അത് മുഴുവൻ ഞാനാണ്. യെസ്, ഓക്കെ, അങ്ങനെ പറയാം. യെസ്, അപ്പൊ മകനോട് പറഞ്ഞിരുന്നു, എടാ ഇന്ന് ഇംഗ്ലീഷ് പോയം പഠിക്കണമെന്ന്. പക്ഷെ അവൻ പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പറയാം, മൈ സൺ ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ് പോയം. എന്റെ മകൻ ഇംഗ്ലീഷ് പോയം പഠിച്ചിട്ടില്ല. യെസ്, ഓക്കെ, പറഞ്ഞോ. My daughter did not write diary in last week. Yes, correct ആണ്. My daughter did not write diary last week. കഴിഞ്ഞ ആഴ്ച എന്റെ മകള് ഡയറി എഴുതിയിട്ടില്ല. കറക്റ്റ് ആണ്, കറക്റ്റ് സെന്റൻസ് ആണ്. Then my husband did not go to the friends relations. Okay, അപ്പൊ അവന്റെ ഒരു ഈസ് വേണം. My husband did not visit. ഞാനൊന്ന് എഡിറ്റ് ചെയ്താണ്. എന്റെ ഭർത്താവ് സന്ദർശിച്ചിട്ടില്ല ആരെ? റിലേറ്റീവ്സ്, ബന്ധുക്കളെ. അല്ല, അതൊന്ന് മാറ്റി. സംഭവം സുചിത്ര പറഞ്ഞൊക്കെ തന്നെയാണ്. ഞാൻ ഒന്ന് അങ്ങനെ കിടന്ന് മാറ്റി വെച്ചെന്ന് മാത്രമേ. My husband did not visit relatives, അവരുടെ ബന്ധുക്കളെ yesterday. ഇന്നലെ പോയിട്ടില്ല, കഴിഞ്ഞ ആഴ്ച പോയിട്ടില്ല, കഴിഞ്ഞ മാസം. അത് തന്നെ നമുക്ക് my husband does not visit relatives എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭർത്താവ് ബന്ധുക്കളെ സന്ദർശിക്കാറില്ലെന്നാണ്. അതല്ല, ഡസ് നോട്ട് വരുമ്പോ സന്ദർശിക്കാറില്ല, പതിവായിട്ട് കാണിക്കണം. ഡിഡ് നോട്ട് വരുമ്പോഴോ പതിവല്ല, സന്ദർശിച്ചിട്ടില്ല. യെസ്, അതാണ് എന്റെ ഒരു വ്യത്യാസം. ഒന്ന് സന്ദർശിക്കാറില്ല, സന്ദർശിച്ചിട്ടില്ല. ഇപ്പൊ വേണമെങ്കിൽ ഉച്ചയ്ക്ക് ചിലപ്പോ സുചിത്ര ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ വേണമെങ്കിൽ പറയാം I did not eat lunch. Okay. In afternoon. Eat lunch. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ആഫ്റ്റർ ക്ലാസ്സിന് ശേഷം കഴിക്കാന്ന് വിചാരിച്ചത് ഇന്ന് രാവിലെ ചായ കുടിച്ചില്ല, മറന്നുപോയി. അല്ലെങ്കിൽ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറ്. അപ്പൊ ഇന്ന് കുടിച്ചില്ല. I did not drink a glass of water in the morning. Yes, ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒരു ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് വെള്ളം കുടിച്ചു. യെസ്, അല്ല എന്ത് നമുക്ക് അങ്ങനെ പറയാം. ചെയ്യാത്ത കാര്യങ്ങള് നമുക്ക് അങ്ങനെ പറയാം. ഭർത്താവ് ഒന്ന് ചോദിക്കുകയാണ്, ഭക്ഷണം പാകം ചെയ്തോ? I did not cook food. ഞാൻ ഭക്ഷണം പാകം ചെയ്തു. I did not cook lunch.
Yes, I did not cook food. Yes. Food order ചെയ്തു. I did not order the food. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല. ഓക്കെ ശ്രീക, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ മനസ്സിലായില്ല, ചരിത്രം നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യാത്ത 2-3-4-5 ഐറ്റംസ് ഒന്ന് നോക്കി വെക്കാം. അതിന്റെ തൊട്ട് മുന്നിൽ ഡിഡ് നോട്ട് ചേർക്കാം. അപ്പൊ ചെയ്തിട്ടില്ല എന്നാൽ ഡിഡ് നോട്ട് കഴിഞ്ഞാൽ ഓർക്കണം, പ്രസന്റ് ടെൻസ് ഞാൻ പറയാവൂ, അർത്ഥം പാസ്റ്റ് ടെൻസിന്റെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡ് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. അതാണ് ഇംഗ്ലീഷിലുള്ള നിയമം. യെസ്, ഓക്കെ. ജദീദ. ജദീദ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ? ചെയ്യണമെന്ന് വിചാരിച്ചു, ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാസം ചെയ്യണമെന്ന് വിചാരിച്ചു, ഈ മാസം ചെയ്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ചെയ്യണമെന്ന് വിചാരിച്ചു, കഴിഞ്ഞ വർഷം. യെസ്, അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഡ് നോട്ട് വെച്ച് പറയാം. ഇപ്പോ മുടി ഒന്ന് മുറിക്കണമെന്ന് വിചാരിച്ചു, കട്ട് ചെയ്തത് പറ്റി. ഐ ഡിഡ് നോട്ട് കട്ട് മൈ ഹെയർ. ഞാൻ എന്റെ മുടി മുറിച്ചിട്ടില്ല. നഖം ഒന്ന് പോളിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ഐ ഡിഡ് നോട്ട് പോളിഷ് നെയിൽ. അങ്ങനെ നമുക്ക് പറയാം, എന്തും പറയാം. ഡിഡ് നോട്ട് മുന്നിൽ ചേർക്കണം. യെസ്, പറഞ്ഞോ. I did not watering plants. കറക്റ്റ് ആണ്. വാട്ടറിന് ING കളയാവുന്നത്. ഐ ഡിഡ് നോട്ട് വാട്ടർ പ്ലാന്റ്സ്. ഞാൻ ചെടിക്ക് വെള്ളം വെച്ചിട്ടില്ല. ഈ വാട്ടർ എന്ന് പറയുന്ന വാക്കിനെ അത് നൗണും വെർബുമാണ്. വെള്ളം എന്നും പറയും, വെള്ളം ഒഴിക്കുക എന്ന് രണ്ടർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ ജദീദ പറഞ്ഞപ്പോ വെള്ളം ഒഴിക്കുക എന്ന് പറയുന്ന വെർബായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ഡിഡ് നോട്ട് വാട്ടർ ദ പ്ലാന്റ്. ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല. കറക്റ്റ്. I did not cut vegetables. I did not cut vegetables. ഞാൻ പച്ചക്കറി അരിഞ്ഞിട്ടില്ല. കറക്റ്റ്. My daughter did not finish her homework. കറക്റ്റ്, വെരി ഗുഡ്. നല്ല സെന്റൻസ്. ഹോംവർക്ക് ഫിനിഷ് ചെയ്യാനും നല്ലതെന്നല്ല, സെന്റൻസ് നല്ല രസമാണ്. മൈ ഡോട്ടർ ഡിഡ് നോട്ട് ഫിനിഷ് ഹെർ ഹോംവർക്ക്. എന്റെ മകൾ അവളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല. I did not call my mom. Yes, I did not call my mom. അത് വേണമെങ്കിൽ സമയം കൊടുക്കാം. യെസ്റ്റർഡേ, ടുഡേ ഇൻ ദ മോർണിംഗ്, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. അടുത്തത്. I did not sleep last night. Yes, I did not sleep last night. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് ഒരു വാക്കുകൂടി ചേർക്കാം. നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും, നന്നായിട്ട് ഉറങ്ങിയില്ല. നന്നായി ഉറങ്ങുക എന്നുള്ളതിന് സൗണ്ട് സ്ലീപ്പ് എന്നാണ് കേട്ടോ. ഓക്കെ. യെസ്, ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് സൗണ്ട്ലി ലാസ്റ്റ് നൈറ്റ്. Okay, sir. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ജദീദ, വെരി ഗുഡ്. നിമിയ. Yes, sir. പറഞ്ഞോളൂ നിമിയ. I did not drinking water yesterday. ING വേണ്ട. ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക് വാട്ടർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വെള്ളം കുടിച്ചിട്ടില്ല. യെസ്, ഓക്കെ, കറക്റ്റ്. Then he do not doing the job yesterday. സംഗതി കറക്റ്റ് ആണ്. പക്ഷേ ഡു നോട്ട് വന്നപ്പോ വേറെ സംഗതി. ഡു നോട്ടും ടെസ്റ്റ് നോട്ടും നമ്മൾ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞത്. ഇതിനകത്ത് എന്താ വേണ്ടത്? ഡിഡ് നോട്ട് ആക്കാം. ഒന്നുകൂടി പറഞ്ഞു, ഡിഡ് നോട്ട് വെച്ച്. He did not doing the job yesterday. ഈ ഡിഡ് നോട്ടിന്റെ അടുത്ത് വേണ്ടത് ലാസ്റ്റ് വേർഡ്. ഡിഡ് നോട്ട് കഴിഞ്ഞു Doing the job yesterday. ഓക്കെ. He did not do. Doing വേണ്ട. He did not do the job yesterday. അപ്പൊ എല്ലാരും ആ ഡു വരുമ്പോഴേ ചെറിയ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രണ്ടാമത്തെ ഡു നമുക്കൊന്ന് വർക്ക് എന്നാക്കി നോക്കി. He did not work yesterday. അപ്പൊ ഇന്നലെ അവൻ ജോലി ചെയ്തില്ല. അപ്പൊ കുറച്ചുകൂടി ഭംഗി, എല്ലാം ഒരേ വേർഡുകൾ വരുമ്പോ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കറക്റ്റ്. Then I did not doing workout in the morning. Yes, ING ചേർക്കല്ലേ. I did not Do. അല്ലെങ്കിൽ I did not do workout in the morning. രാവിലെ ഞാൻ എക്സസൈസ് ഒന്നും ചെയ്തില്ല. അല്ലെങ്കിൽ I did not exercise in the morning. എക്സസൈസ് എന്ന് പറയുന്ന വേർഡിന് എക്സസൈസ് എന്ന് അർത്ഥമുണ്ട്, എക്സസൈസ് ചെയ്യുക എന്ന് അർത്ഥമുണ്ട്. I did not exercise in the morning. Then I did not attend the party yesterday.
Yes, I did not attend the party yesterday. വേണമെങ്കിൽ ആ പാർട്ടിയുടെ മുന്നിൽ നമുക്ക് വേറൊരു വാക്ക് കൂടി ചേർക്കാം. I did not attend the wedding party അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി. Okay, yesterday. Correct. Then I did not go to the temple in the morning. Yes, I did not go to temple in the morning. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പൊ did you go to temple? No, I did not go to temple today in the morning. Yes, okay. Then last, I did not complete my job in the morning. Yes, കുറെ പണികൾ വീട്ടിലുണ്ടായിരുന്നു. I did not complete my job in the morning. അപ്പൊ നമുക്ക് ജോബ് എന്ന് പറഞ്ഞാൽ ജോലിയുടെ അർത്ഥമുണ്ട്, ശരിയാണ്. പക്ഷെ വീട്ടിലുള്ള ജോലികളൊക്കെ നമുക്കൊരു ഡൊമസ്റ്റിക് വർക്ക് എന്ന് പറയാം, അകത്ത് ചെറിയ ചെറിയ പണികൾ. അപ്പൊ നമുക്ക് ഐ ഡിഡ് നോട്ട് കംപ്ലീറ്റ് മൈ ഡൊമസ്റ്റിക് വർക്ക് അല്ലെങ്കിൽ റൊട്ടീൻ വർക്ക്, റൊട്ടീൻ ദിനചര്യയായിട്ടുള്ള വർക്കുകളില്ലേ, കാര്യങ്ങൾ അത് ചെയ്തത്. ജോബിനൊരു വാക്ക് തെറ്റായതുകൊണ്ടല്ല, പക്ഷെ ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല വെറൈറ്റി ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, കൃപ വർഗീസ്. യെസ്, പറഞ്ഞോളൂ. ഡിസ്കൗണ്ട് വെച്ചിട്ട് കൃപ വർഗീസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. Okay, sir. I did not call my sister. Yes, ഞാൻ സഹോദരിയെ വിളിക്കാറുള്ളതാണ്. I did not call my sister. ഞാൻ സഹോദരിയെ വിളിച്ചിട്ടില്ല. My son did not drink milk. Yes, എന്റെ മകൻ ഇന്ന് പാല് കുടിച്ചിട്ടില്ല. അപ്പൊ പറയാം my son did not drink milk. Correct. Okay. I did not wash my car. Yes, I did not wash my car. ഞാൻ കാറ് വാഷ് ചെയ്തിട്ടില്ല. Yes. ഇന്നലെ ചെയ്യാതിരുന്ന കാര്യങ്ങൾ നോക്കി, ഇന്നലത്തെ പോകും. My son did not study yesterday. Yes, my son did not study yesterday. That my daughter did not finish her homework. My son did not study yesterday. As it was Sunday, എന്റെ മകൻ ഇന്നലെ പഠിച്ചിട്ടില്ല. I did not go park. Yesterday, ഇന്നലെ ഞായറാഴ്ചയാണ് പോകണമെന്ന് വിചാരിച്ചത്, പക്ഷെ പോയില്ല. He did not go to park yesterday. ഇന്നലെ ഞാൻ പാർക്കിൽ പോയിട്ടില്ല. Go to park. Go to park. പിന്നെ സ്വന്തമായിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിക്കോ, സൃഷ്ടിച്ചോളൂ. My husband did not go job. Yes, my husband did not go to job. ഇന്ന് ജോലിക്ക് പോയിട്ടില്ല. കറക്റ്റ് ആണ്. Go to വെക്കണല്ലേ? അടുത്തത് അവനോട് പറഞ്ഞോ. I did not clean my room. Yesterday. Today. I did not. Okay, very good. I did not clean my room. ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് വൃത്തിയാക്കിയിട്ടില്ല. Okay. Very good, Kripa. Okay. Devapriya. പറഞ്ഞോളൂ. Decoration, the nutrition. Okay. Ashwati Dayal. Sir, Yes, പറഞ്ഞോളൂ അശ്വതി. I did not attend the function last week. I did not attend the function last week. Okay. I did not folding clothes. Yes, I did not fold clothes. ഞാൻ തുണിയൊന്നും മടക്കി വെച്ചിട്ടില്ല. Very good. I did not pay to merchant. I did not. Pay to merchant. Okay. അടുത്തത്. My son did not
play yesterday. Yes, my son did not play yesterday. Correct. My daughter did not complete homework yesterday. My daughter did not complete homework yesterday. Correct. I did not clean my room. Yesterday. I did not clean my room yesterday. I do not clean ആണെങ്കിൽ ഞാൻ ഒരു വൃത്തിയാക്കാറില്ലതായി പോകും. I did not ആണ് വൃത്തിയാക്കിയിട്ടില്ല എന്നാണ്. Yes. Okay. Continue. തീർന്നോ? സ്റ്റോക്ക് തീർന്നോ? Sir, that's all. Okay, okay, very good, very good, very good. Okay. Actually, very good, very good. Then, Sarfasa. Yes, sir. പറഞ്ഞോളൂ. I didn't attend my yesterday's live class. Yes, കുഴപ്പമില്ല. I did not attend online class yesterday. ഞാൻ ഇന്നലെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞില്ല. Correct. I didn't wake up early in the morning. Today, early in the morning. Very good, very good. നല്ല സെന്റൻസ്. I didn't wake up early in the morning. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റില്ല. കണ്ടോ? Correct. I didn't wake up early in the morning. ഈ did not എന്ന് പറയുന്നതും did എന്ന് പറയുന്നതും സെയിം ആണ്. Did plus not ഞാൻ did not എന്ന് പറഞ്ഞു. അത് യോജിപ്പിച്ച് didn't എന്ന് പറയാം. Do plus not do not എന്ന് ഞാൻ പറഞ്ഞു. അത് don't എന്ന് പറയാം. Does plus not does not എന്ന് ഞാൻ പറഞ്ഞു. അത് doesn't എന്ന് പറയാം. Same one. Yes. I didn't get up early in the morning. Very good. That's a sentence. Okay. I didn't purchase my Eid dress. Yes. I didn't purchase my Eid items. Okay. Next. I didn't completed my domestic works. I didn't complete my domestic work. വീട്ടിലെ ജോലികളൊന്നും ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. Yes. Correct. That's all, sir. That is all. Very good. പറഞ്ഞത് അത്രയും എടുക്കലാണ്. Yes. Very good. Yes. Okay. So we try Divya. Yes. Okay. Then, Namita. Yes, sir. പറഞ്ഞോളൂ. I did not complete my nursing course. Yes, true. Correctly. I did not complete my nursing course. Then a nursing course to complete I did. Yes. Then. My father did not understand me. കുടുംബങ്ങളും ഉണ്ടാവും Namita. My father did not understand me. Yes, okay. Yes, my father did not understand me. അച്ഛൻ എന്നെ മനസ്സിലാക്കിയില്ല. My husband did not go to church. My husband did not go to church. ഹസ്ബൻഡ് പള്ളിയിൽ പോയിട്ടില്ല. Yes, correct. I did not eat breakfast. I did not eat breakfast. Yes, very good. I did not call my mother day before yesterday. I did not call my mother day before yesterday. മിനിയാന്ന് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചില്ല. Yes, very good. That's all, sir. Thank you. Oh, Namita, medical. Very good. Okay. Sujitra wala compliment ആക്കി വരുന്നത്. Very good. Yes. Okay. Aditya. Yes, sir. Did not wish. I did not attend a marriage function yesterday. Yes, I did not attend the marriage function yesterday. Correct. I did not a new car. I did not buy a new car. Yes. When I did not write yesterday. I did not. Write yesterday. Yes. Other. My son did not study yesterday. My son did not study yesterday. Okay. I did not eat apple today. Yes, I did not eat an apple today. Yes. An apple a day keeps the doctor away. You പഴഞ്ചൊല്ലുണ്ട്. ഒരു ദിവസം ഒരു ആപ്പിൾ വെച്ച് കഴിച്ചാൽ ഡോക്ടർ നമ്മൾ അകറ്റി നിർത്താമെന്നാണ് പറയുന്നത്. Yes. പിന്നെ I did not watch film.
TV. Yes, I did not watch TV today. ഇന്ന് ഞാൻ TV കണ്ടിട്ടില്ല. Okay, correct. And my son did not play. Did not Play. play with my children. അങ്ങനെയായിരിക്കും. ഞാൻ അങ്ങനെ ഒരു വാക്കുകൂടി ചേർന്നു. I did not play with my children. ഞാൻ ഇന്ന് കുട്ടികളുമായി കളിച്ചിട്ടില്ല. Yes. Okay. Okay, Thank you, sir. very good, very good, very good, very good, very good, very good. Shabana. Shabana. Devapriya കേൾക്കാമോ? ദേവപ്രിയ പറയുന്നത്. യെസ്, ദേവപ്രിയ പറയുന്നുണ്ടല്ലേ? നല്ല എക്കോ വരുന്നുണ്ട്. അതൊന്ന് Hello, sir. പറഞ്ഞോളൂ ഷബാന. I did not call him yesterday. I did not Call him friend yesterday. അതിനകത്ത് ING ചേർന്നു. ING ഒഴിവാക്കിയോ? I did not call my friend yesterday. ING I did not call. Subject do did present. I did not purchasing in the dress yesterday. അതിനകത്ത് ING. I did not purchase dress yesterday. ING Purchased അല്ലേ? Okay. present tense മതി. Did not ഇതിന്റെ present tense ആയിരിക്കും. I did not my friend birthday celebration in the last month. Yes, I did not attend my friend's birthday celebration last month. Correct. I did not my son consulting doctor last week. Yes, I did not consult my. I did not consult. I did not my son consulting doctor last week. Okay. I did not food my eat. I did not eat food like you. Food asked eat. Object asked. I did not eat food. Correct. Okay, sir. Okay, very good. Okay, Shabana, very good. Then, Majida. Then, Adira Danil. Adira Danil. Yes, sir. Call cut. Yes, okay. Yes, sir. Did not do it. My phone did not charge overnight. Yes, I did not charge my phone overnight. ഞാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ എന്റെ ഫോൺ ചാർജ് ചെയ്തില്ല. Okay. My child did not eat sadhya. Yes, my child did not eat sadhya. My mother did not attend the call. My call. Yes, my mother did not attend the call. He did not forget my birthday. He did not forget my birthday. അവൻ എന്റെ ജന്മദിനം മറന്നിട്ടില്ല. Yes. The rain did not fall yesterday. Yes. അപ്പൊ നമുക്ക് വേറൊരു രീതിയിലാക്കാം. There was no rain yesterday. Okay. ഒന്നുണ്ട്. കഴിഞ്ഞു. Okay, അതിന very good. ദേവപ്രിയ ഓക്കെ ആയോ? ദേവപ്രിയയുടെ സൗണ്ട് കേൾക്കുന്നില്ല. Yes. അപ്പൊ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ തോന്നുന്നു ദേവപ്രിയ. നമുക്ക് റെഡിയാക്കി നോക്കും. പിന്നീട് നമുക്ക് റെഡിയാക്കാം. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന വാചകത്തിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ചാണ്
നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിനെന്ത് ചേർത്താൽ മതി? ഡിഡ് നോട്ട് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ സംഗതി കറക്റ്റ്. യെസ്. അപ്പൊ അവിടെ നിൽക്കട്ടെ. നിങ്ങളിപ്പോ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് ആണ് നമ്മൾ ഇവിടെ നോക്കിയത്. യെസ്. ഇനി നമുക്ക് റേഞ്ച് പ്രോബ്ലം ആണ് ദേവപ്രിയ. നോ പ്രോബ്ലം. യെസ്. ഓക്കെ. യെസ്. ദേവപ്രിയയുടെ മനസ്സ് ഞങ്ങൾ കാണുന്നു, പേടിക്കണ്ട. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഞാൻ അടുത്ത ഒരു സംഗതി പറയുകയാണ്. നമ്മള് വേറൊരു കാര്യം നോക്കുന്നു. യൂസ് ഓഫ് ഹാവ്. ഈ ഹാവ് എന്ന് പറയുന്ന വേർഡ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഞാൻ അന്നേരത്ത് വരുമ്പോൾ പറയാം. ഇവിടെ നമ്മൾ ഹാവ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. ഉണ്ട്, എനിക്കുണ്ട് എന്നുള്ളത്. ഐ ഹാവ് എ കാർ. എനിക്കൊരു കാർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ഹാവ് ലോങ് ഹെയർ. എനിക്ക് നീളമുള്ള മുടിയുണ്ട്. ഐ ഹാവ് റൗണ്ട് ഫേസ്. ഐ ഹാവ് ഓവൽ ഫേസ്. യെസ്. അങ്ങനെ നമ്മൾ ഇന്ന് ഐ ഹാവ് വെച്ചിട്ടുള്ള കുറച്ച് വാചകങ്ങൾ കൂടി നമ്മൾ നോക്കിയിരുന്നു. ഐ ഹാവ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒന്ന് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരു 5 ഐറ്റംസ് എഴുതി വെക്കുക. 5 ഐറ്റംസ് നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ആരും പറയുമെന്ന് നോക്കട്ടെ. ഇപ്പൊ പറയുന്നില്ല, ലാസ്റ്റ് ഞാൻ പറയാം. യെസ്. ഐ ഹാവ് വെച്ചിട്ട് ഐ ഹാവ് ലോങ് ഹെയർ പറയാം. ഐ ഹാവ് ബിഗ് ഹൗസ് എന്ന് പറയാം. ഐ ഹാവ് എ സ്കൂട്ടി എന്ന് പറയാം. അങ്ങനെ നിങ്ങൾക്കുള്ള ഒരു 5 ഐറ്റംസ് നോക്കും. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജ് കാണുന്നുണ്ട്. ഐ ഹാവ് എ ഫ്രിഡ്ജ് എന്ന് പറയാം. നിങ്ങൾ അവിടെ നോക്കുമ്പോൾ മനോഹരമായ ഒരു കിച്ചൺ കാണുന്നുണ്ട്. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ കിച്ചൺ. എനിക്ക് മനോഹരമായ ഒരു കിച്ചൺ ഉണ്ടെന്ന് പറയാം. യെസ്. അങ്ങനെ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്ന ഒരു 5 ഐറ്റംസ്. അത് വീടിന്റെ അകത്തോ വീടിന്റെ നിങ്ങൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അയൽക്കാരനെ കണ്ടു, നല്ല മനുഷ്യനാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് എ ഗുഡ് നൈബർ. പിന്നെ അയൽക്കാരൻ നല്ലതല്ലെങ്കിലോ ഐ ഹാവ് എ നോട്ടി നൈബർ. അങ്ങനെയും പറയാം. യെസ്. നിങ്ങൾക്കൊരു പെറ്റ് ഉണ്ട്. ഐ ഹാവ് എ പെറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഹാവിന്റെ ഉപയോഗം നോക്കി. ഐ ഹാവ്. യെസ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയത് സുചിത്രയാണ്. സുചിത്രയ്ക്ക് നല്ല ഐശ്വര്യമാണെന്ന് തോന്നുന്നു. സുചിത്രയുടെ ഐശ്വര്യത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒരു റൗണ്ട് കൂടി അടിച്ചിട്ട് വരാം. സുചിത്ര. പറയൂ സർ. യെസ്. ഐ ഹാവ് വെച്ചിട്ട് 5 സെന്റൻസ് പറയും. I have a car. ഐ ഹാവ് എ കാർ. ഓക്കെ, കറക്റ്റ് ആണ്. I have 2 children. അപ്പൊ അവിടെ കളഞ്ഞോളൂ അവിടെ. Sorry sir. ഓക്കെ, ശ്രദ്ധിച്ചല്ലാരും. 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ? 2 കുട്ടികൾ. എ എന്ന് പറയുമ്പോൾ ഒരു എന്നാണ് അർത്ഥം. എനിക്ക് 2 കുട്ടികൾ പറയാം. അപ്പൊ എ എടുത്ത് കളഞ്ഞേക്കാം. ഐ ഹാവ് 2 ചിൽഡ്രൻ. പക്ഷെ ആദ്യം പറഞ്ഞ കറക്റ്റാണ്. ഐ ഹാവ് എ കാർ. ഒരു കാർ ഉണ്ടെങ്കിൽ എ കാർ. ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ എ വരട്ടോ. യെസ്. എ ആയിട്ട് കളഞ്ഞേക്കാം. ഓക്കെ. ഐ ഹാവ് 2 ചിൽഡ്രൻ. കറക്റ്റ് ആണ്. I have a house. I have a house. I have on driving. I have on driving. ഞാനത് മാറ്റി. ഐ ഹാവ് ഡ്രൈവിംഗ് ലൈസൻസ് നോക്കി. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നാക്കി. ഓക്കെ. I have good helping mentality. ഐ ഹാവ് ഗുഡ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചോ? എന്നിട്ട് വേറെ നല്ല വെറൈറ്റി പിടിച്ചു. അല്ലാണ്ട് ഈ വീട്ടിന്റെ അകത്തോളം പോകണമെന്നില്ല. ഇത് നോക്കില്ല. ഐ ഹാവ് ഗുഡ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു ചിന്താഗതി. പിന്നെ I have built my thoughts in every day. I have built my thoughts. സംഗതി കറക്റ്റ് ആണ്. Okay. പക്ഷെ അത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് പറയാം ഐ ഹാവ് ഗുഡ് തോട്ട്സ്. എനിക്ക് നല്ല ചിന്തകളുണ്ട്. അപ്പൊ കറക്റ്റ്. I have many friends. യെസ്, കറക്റ്റ് ആണ്. ഐ ഹാവ് മെനി ഫ്രണ്ട്സ്. ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ഫ്രണ്ട് എന്ന് പറയണം.
I have a best friend എന്ന് പറയാം. Okay. I have good husband. Yes. I have good husband. Yes. I have much more relatives. Yes. I have more relatives. Okay. Relatives. And I have a rich neighbors. Yes. I have rich neighbors. Hmm. I have a happy life. I have a happy life. Okay. ഇത് വൈകുന്നേരം കൊണ്ടുപോയിട്ട് ഭർത്താവ് കൊണ്ടേ കേൾപ്പിച്ചു കൊണ്ടുവരുന്ന റെക്കോർഡ് ക്ലാസ്. ഐ ഹാവ് ഹസ്ബൻഡ്. ഞാനിത് എത്ര നേരം മുൻക് വെച്ചാൽ പറഞ്ഞത് പറയണം. യെസ്. ഓക്കെ, വെരി ഗുഡ് സുജിത്ര, വെരി ഗുഡ്, വെരി ഗുഡ്. ജദീദ. യെസ് സർ. പറഞ്ഞോളൂ. ഐ ഹാവ് എ ഡ്രീം. ഐ ഹാവ് എ ഡ്രീം. ഓ, വെരി ഗുഡ്. എനിക്കൊരു സ്വപ്നമുണ്ട്. യെസ്, സ്വപ്നം പറയണ്ട, അവിടെ ഇരിക്കട്ടെ. യെസ്. I have a kind-hearted mother. Yes. Oh, I have a kind-hearted mother. എനിക്ക് ലോല ഹൃദയായ ഒരു അമ്മയുണ്ട്. യെസ്, കൊള്ളാം, നന്നായിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് അവിടെ ഇരുന്നത്? ഇല്ല. യെസ്, ഇല്ല. ഓക്കെ. I have a garden. I have a garden. Yes. I have a daughter. I have a daughter. One more. I have a doll. I have a doll. Yes, correct. Okay, Jadida, very good, very good. അതിനകത്ത് രണ്ടാമത് പറഞ്ഞൊക്കെ നന്നായിട്ടുണ്ട്. I have a kind-hearted mother. Okay. Thank you, sir. Okay. Namita. Yes, sir. പറഞ്ഞോളൂ. I have a pharmacy assistant degree. Yes, okay. Then I have a car. I have a car. Then I have a house. I have a house. Then what to say? What to say? അവിടെ നിന്ന് ചുറ്റും നോക്കി, ചുറ്റും പുറത്തേക്ക് നോക്കി. അല്ല, പുറത്ത് നോക്കുന്നില്ല സാർ. എന്റെ അടുത്തായിട്ട് ചേട്ടന്റെ കൊച്ചു മാത്രമേ കിടക്കണുള്ളൂ. ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുക. കരയാനായിട്ട് റെഡി ആയിരിക്കും. ഉറക്കി കിടത്തിയേക്കാനേ. യെസ്, ഓക്കെ. യെസ്. എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ക്ലാസ്. അത് എന്റെ സിസ്റ്ററിലോ പുറത്തു പോയേക്കാണ് കോളേജില്. അപ്പൊ കൊച്ചിനെ ഞാനാ നോക്കുന്നത്. അതാണ് ഉറക്കി കിടത്തിയേക്കോ ഞാൻ. അപ്പൊ നേരിതായിട്ടൊന്ന് ചിനിങ്ങി, അതാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ എന്റെ കോൺസെൻട്രേഷൻ അങ്ങോട്ടേക്ക് മാറി. ഓക്കെ. അത് ഒച്ചുണ്ടാക്കണ്ട. കാരണം എന്ന് വെച്ചാല് ഈ ശബ്ദം കേട്ട് കൊച്ചു ഉണരണ്ട. ഓക്കെ, ലാസ്റ്റ് സമയം ഒന്നുകൂടി വരാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. നിവിയ, പറഞ്ഞോളൂ. Yes, sir. I have a mobile phone. I have a mobile phone. ആരും പറയാത്തായിട്ടാ പറഞ്ഞത്. Yes. Then I have a new book. I have a new book. Then I have like a nature person. Yes. I am like a nature. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്ത്. I have a calm mind. അങ്ങനെയൊക്കെ മതി. യെസ്, ഐ ഹാവ്. ഓക്കെ, പിന്നെ അടുത്തത്. Then I have like the plants. I have Like the plants. yes, I like the plants. Okay. Then I have make food. Yes. എന്താ ഉദ്ദേശിച്ചത് നിവിയ? ഫുഡ് ഉണ്ടാക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ഉണ്ടാക്കാൻ പറയാം. ഐ ഹാവ് എബിലിറ്റി ടു മേക്ക് ഫുഡ്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. വെറൈറ്റി പിടിക്കൂ. Then
കുട്ടികളുടെ I like സ്വഭാവം I have liked the sea. യെസ് ഐ ഹാവ് ലൈക്ക് ടു സീ ഉദ്ദേശിച്ചത് എന്താണ്? കടല് ഇഷ്ടാണ്. യെസ് ഓക്കെ 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 ചെറിയ എഡിറ്റിംഗ് വേണ്ടി വേണം എൻ്റെ അത് ഇതൊന്നും കുഴപ്പമില്ല പോട്ടെ. ഇപ്പൊ അത്രേ ഉള്ളൂ സാർ. ഇപ്പൊ അത്രേ ഉള്ളൂ. വെരി ഗുഡ് വെരി ഗുഡ്. Okay, sir. ഹലോ. ഹലോ പറഞ്ഞോളൂ കൃപ. ഐ ഹാവ് വെച്ചു പറഞ്ഞു. I have a beautiful garden. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. നേരത്തെ ഐ ഹാവ് എ ഗാർഡൻ ഇവിടെ നമിത പറഞ്ഞു. നമിത തോന്നുന്നു ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഓക്കെ. I have a long hair. അപ്പൊ അവിടെ നമുക്ക് കളയാം. ഐ ഹാവ് ലോങ് ഹെയർ. നമുക്ക് മുടി ഇങ്ങനെ എണ്ണാൻ പറ്റില്ലല്ലോ. ഐ ഹാവ് ലോങ്. അപ്പോ വേറെ ചില ആളുകൾക്ക് ചുരുണ്ട മുടിയായിരിക്കും, അപ്പൊ അത് പറയാം. ചില ആളുകൾക്ക് നീളം കുറഞ്ഞ മുടിയായിരിക്കും, അപ്പൊ ഐ ഹാവ് ഷോർട്ട് ഹെയർ എന്ന് പറയാം. യെസ് ഓക്കെ. I have a maroon car. I have a maroon color car. Very good. I have a good mother-in-law. Yes, I have a good mother-in-law. അവിടെ ഇരിപ്പുണ്ടായിരിക്കുന്നത് ഇല്ല. ഇല്ല. യെസ് വൈകുന്നേരം ഈ ക്ലാസ് കൊണ്ട് ഞാൻ കേൾപ്പിച്ചു കൊടുക്കണ്ട. യെസ് ഓക്കെ 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 ഓക്കെ. മരുമോൾക്ക് കിട്ടുന്ന ആ ഒരു പ്രസ്റ്റീജ് വേറെ ലെവലാണ് അല്ലേ? യെസ് ഓക്കെ 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 പറഞ്ഞോളൂ. I have 10 sarees. I have 10 sarees. Very good. I have a plot. Yes, I have a plot. Very good. I have two children. പിന്നെ എസ് വേണ്ട. 2 children. ചൈൽഡ് ആണ് കുട്ടി. ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ചിൽഡ്രൻ. പിന്നെ എസ് ചേർക്കണ്ട. I have 2 children. Okay. I have a brother. I have a brother. Very good. Very good. Correct. പിന്നെ I have a house. I have a house. Okay, Krupa. Very good. Very good. Very good. Very good. Very good. Okay. Shabana. I have a beautiful house. Yes, I have a big house എന്ന് പറഞ്ഞോളൂ. ഷബാന ഒന്ന് ഒരു അഡ്ജക്റ്റീവ് കൂടി അത് മുന്നിൽ വെച്ചു. I have a beautiful house. Very good. I have a best behavior. Oh. I have a best behavior. എനിക്ക് നല്ല സ്വഭാവം. ഓക്കെ ഷബാന ആ കണ്ടുപിടിച്ചില്ലേ അത് നിങ്ങൾ ഓക്കെ വെരി ഗുഡ്. പിന്നെ I have a many dreams. I have many dreams. നേരത്തെ ജദീദ പറഞ്ഞു I have a dream എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ I have many dreams. എനിക്ക് പല പല സ്വപ്നങ്ങളുണ്ട്. കറക്റ്റ് ആണ്. I have a aim in the mind. I have an aim in the mind. എന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്. കറക്റ്റ് ആണ്. I have an aim in the mind. കറക്റ്റ്. I have a job. I have a job. എനിക്കൊരു ജോലിയുണ്ട്. Yes. Okay, sir. ഓക്കെ വെരി ഗുഡ്. ഷബാന കലക്കി നന്നായിട്ടുണ്ട്. യെസ് ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ആ നല്ല ഒരു സ്വഭാവം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ഇഷ്ടപ്പെട്ടു. Okay, sir. Thank you, sir. അരികത്തിൽ കേൾക്കുന്ന ആരൊക്കെ പറയണ്ടാവും അല്ലേ? യെസ് ഓക്കെ. അശ്വതി ഡയ. നേരത്തെ ഷബാന പറഞ്ഞ പോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം പോരട്ടെ അശ്വതി. I have a computer. I have a computer. ആരും പറഞ്ഞിട്ടില്ല നേരത്തെ. മൊബൈൽ ഫോൺ വരെ വന്നു. I have a computer. Yes. I have a scooty. I have a scooty. അതും ആരും പറഞ്ഞിട്ടുണ്ടായില്ല. കാർ ഉണ്ടായിരുന്നു. സ്കൂട്ടി ആദ്യമായിട്ടാണ്. I have a scooty. I have good friends. Yes. അത് നേരത്തെ ആരും പറഞ്ഞിട്ടുണ്ടായില്ല. I have good friends. ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. I have good friends. നല്ല സുഹൃത്തുക്കളുണ്ട്. Yes. I have more dress. I have more dress. ധാരാളം ഡ്രസ് എനിക്കുണ്ട്. നേരത്തെ 10 സാരി വരെ വന്നു. Yes. Okay. I have a house. I have a house. എനിക്കൊരു വീടുണ്ട്. ഓക്കെ അശ്വതി ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ. ഞാൻ ഒരു കണക്കിനാണ് പറഞ്ഞു ഒപ്പിച്ചല്ലേ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ദെൻ മജീദ.
മജീദ വരുമെന്ന് വിചാരിക്കാം. ദെൻ ആതിര ദനിൽ. Yes, sir. പറഞ്ഞോളൂ. ഐ ഹാവ് വിളിച്ചു പറഞ്ഞോളൂ. I have a lot of work today. Sorry. I have a lot of I have lot of work to finish today. ഇന്ന് എനിക്ക് കേൾക്കാനായിട്ട് ധാരാളം ജോലികളുണ്ട്. ഐ ഹാവ് ലോട്ട് ഓഫ് വർക്ക്സ് ടു ഫിനിഷ് ടുഡേ. ഓക്കെ ഓക്കെ. ഇന്ന് പൂർത്തിയാക്കേണ്ടതായ ധാരാളം ജോലികളുണ്ട്. കറക്റ്റാണ്. ഓക്കെ. I have a plan to visit my parents. Yes, very good. I have a plan to visit my parents. എന്റെ മാതാപിതാക്കന്മാരെ സന്ദർശിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ എന്നുണ്ട്. അതിന്റെ അകത്ത് ഐ ഹാവ് എ പ്ലാൻ എന്നുള്ളൊരു പകരം ഐ ഹാവ് പ്ലാൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. പക്ഷെ അവ അർത്ഥം മാറി. ഞാൻ എന്റെ മാതാപിതാക്കന്മാരെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനല്ല, വിസിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്നാണ് ഉണ്ടാവുക. കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. I have many beautiful memories from my childhood. I have Shabana. Where I have beautiful memories from childhood. കുട്ടിക്കാലം മുതൽ എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് മറക്കാനാവാത്ത ഓർമ്മകൾ എനിക്കുണ്ട്. വെരി ഗുഡ്. I have a collection of traditional sarees in my wardrobe. Yes. നേരത്തെ ഇപ്പൊ വെറുതെ സാരി എന്നാണ് പറഞ്ഞോളൂ. ഇവിടെ വേറെ മോഡലായി. ഐ ഹാവ് എ കളക്ഷൻ ഓഫ്, ആ വേർഡ് കുഴപ്പമില്ലാണ്. കളക്ഷൻ ശേഖരണം. ട്രഡീഷണൽ സാരീസ്. വെരി ഗുഡ്. I have many ideas for my new house. Yes, I have many ideas for my new house. പുതിയ വീടിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. വെരി ഗുഡ്. I have a few restaurants, favorite restaurants. I have, ഞാനേ ഐ ഹാവ് ഫ്യൂ റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ധാരാളം റെസ്റ്റോറന്റ് ഒക്കെ സ്വന്തമായിട്ടുള്ളതാണ്. ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വേറെ ലെവലായി. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റെസ്റ്റോറന്റുകളുണ്ട്. യെസ്, ഓക്കെ ഓക്കെ. ഐ ഹാവ് എ ഫ്യൂ ഫേവറേറ്റ് റെസ്റ്റോറന്റ്. കറക്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അതിനെ പറഞ്ഞേക്കുന്നത് മനോഹരമായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. സർഫാസ. സർഫാസ. യെസ്, സർഫാസ വരുമെന്ന് വിചാരിക്കാം. അതുല്യ. Yes, sir. പറഞ്ഞോളൂ. I have a good family. I have a good Family? yes. Oh, ആരും പറയാതെ പറഞ്ഞിട്ട്. I have a good family. Yes, very good. I have a good attitude. ഷബാന, okay. I have good attitude. എനിക്ക് നല്ലൊരു മനസ്ഥിതി. Very good. I have a talent. I have a talent. I have talent എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിവുകളുണ്ട് അല്ലെ? Yes, ഒത്തിരി കഴിവുണ്ട്. I have a son. I have a son. എനിക്കൊരു മകനുണ്ട്. Yes. I have a beautiful pen. I have a beautiful parent. അല്ലെ? അപ്പൊ ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു പകരം ഞാൻ വേറെ വാക്കുണ്ട്, ലവ്ലി. Pen ആണ് sir. I have a beautiful pen. Sorry. Okay, അപ്പൊ beautiful. Yes. I have a home. I have a home. I have a house. Yes. A home is built by heart. A house is built by hands. Okay. Okay, sir. Okay. Very good, very good, very good. Devapriya, are you okay? Yes, sir. Correct. I have a happy family. I have a happy family. Yeah. I have a fridge. I have a fridge. Yes, okay. Then I have a pet dog. I have a pet dog. Then I have good health. I have good health. Yes, I have good health. I have a partner. I have a partner. Yes. I have more friends. I have more friends. I have good thoughts.
ഐ ഹാവ് ഗുഡ് തോട്ട്സ്. അത് കുഴപ്പമില്ല. എനിക്ക് നല്ല ചിന്തകളുണ്ട്. വെരി ഗുഡ്. I have a good bestie. ഐ ഹാവ് എ ഗുഡ് ബെസ്റ്റി. വെരി ഗുഡ്. That's all, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ റെക്കോർഡ് ക്ലാസ് കൊണ്ട് കാണിച്ചോണ്ട് ആരെങ്കിലും ഒക്കെ. ശബാന, Okay, sir. നേരത്തെ വിളിച്ചപ്പോ കിട്ടിയില്ല. ഓക്കെ, പറഞ്ഞോളൂ. സർ ഞാൻ പറഞ്ഞതാണോ? ഐ ഹാവ് പറഞ്ഞോ? ആ, ഓക്കെ സർ. അപ്പോ കിട്ടാതിരുന്ന ആരെയാണ്? മജീദിനെയാണ്. യെസ്, ഓക്കെ 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 യെസ്. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ ഹാവ് വെച്ച് പറഞ്ഞു. യെസ്, എന്നോടൊപ്പം തന്നെ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവിനെ കുറിച്ച് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടില്ല. സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് വാചകങ്ങളും. അത് ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ആരെല്ലാം മനോഹരമായ സ്നേഹനിധിയായ ഭർത്താക്കന്മാരുണ്ട് എന്ന് പറയുമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അപ്പൊ അതില് സുചിത്ര പറഞ്ഞു ഐ ഹാവ് എ ഗുഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞു. ദേവപ്രിയം പറഞ്ഞു ഐ ഹാവ് എ പാർട്ട്ണർ. ഐ ഹാവ് എ ഗുഡ് ഹസ്ബൻഡ് പറഞ്ഞ ഒരാൾ. ഐ ഹാവ് എ ബെസ്റ്റി ആൻഡ് ഗുഡ് പാർട്ട്ണർ രണ്ടുപേരും പറഞ്ഞു. യെസ്, ഞാൻ അത് എത്ര പേര് പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. യെസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായിരുന്നു. ഓക്കെ, അപ്പൊ രണ്ടുപേരും പറഞ്ഞു. യെസ്, വെരി ഗുഡ്. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ഡീപ്പ് ഇൻവോൾവ്മെന്റിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് ബാക്കി നമുക്ക് നോക്കാം. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സി. Thank you, sir. ഓക്കെ ഓക്കെ. Thank you, Thank sir. you, sir. Thank you, sir. Thank you, sir. Yeah.